ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൻമോഹൻ സിംഗിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ്. നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. 1932 സെപ്റ്റംബർ 26 പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹിൽ ജനിച്ചു. പഞ്ചാബ് പ്രവിശ്യയിലെ ഗാ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു ജനനം. ഇപ്പോൾ ആ സ്ഥലം പാകിസ്ഥാനിലാണ്. 1932 സെപ്റ്റംബർ 26 അദ്ദേഹം ജനിച്ചത്. എന്നാണ് അന്തരിച്ചത്? 2024 ഡിസംബർ 26 മരണം. അന്ത്യവിശ്രമ സ്ഥലം നിഗംബോധ് ഘട്ട്, യമുനാ തീരത്ത് ആണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. അപ്പോൾ എന്നാണ് ജനിച്ചത്? 1932 സെപ്റ്റംബർ 26 പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹിലായിരുന്നു ജനനം. 2024 ഡിസംബർ 26 അന്തരിച്ചു. 2024 ഡിസംബർ 25 അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത കവി ആരായിരുന്നു? MT വാസുദേവൻ നായരാണ്. ഡിസംബർ 26 മൻമോഹൻ സിംഗ് അന്തരിച്ചത്. നിഗംബോധ് ഘട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയ ധനമന്ത്രിയായിരുന്നു അദ്ദേഹം, അല്ലേ? അതുകൊണ്ട് ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. സിഖ് വംശത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. സിഖ് വംശത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. 1972-76 കാലയളവിൽ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും അദ്ദേഹമായിരുന്നു. എന്നാണ് 1972-76 കാലയളവിൽ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു മൻമോഹൻ സിംഗ്. 1972-76 കാലയളവിൽ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. എന്നായിരുന്നു അദ്ദേഹം RBI ഗവർണറായിരുന്നത്? 1982-85 കാലയളവിലായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ RBI ഗവർണറായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. RBI ഗവർണറായ പ്രധാനമന്ത്രിയായിരുന്നു ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആണ്. എന്നാണ് 1982-85 കാലയളവിലായിരുന്നു അദ്ദേഹം RBI ഗവർണറായത്. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായത് എന്നാണ് 1972-76 കാലയളവിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. 82-85 അദ്ദേഹം RBI ഗവർണറായത്. 1985-87 ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. 85-87 കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായി ചുമതലയേറ്റിട്ടുണ്ട് അദ്ദേഹം. സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. 1985-87 കാലയളവിൽ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. അപ്പോൾ നമുക്ക് 1972-76 ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, 82-85 കാലയളവിൽ RBI ഗവർണറായിരുന്നു. അത് കഴിഞ്ഞ് 85-87 ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ്റെ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. പിന്നെ എന്നാണ് അദ്ദേഹം UGC ചെയർമാനായത്? 1991 അദ്ദേഹം UGC ചെയർമാൻ ആയ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. 1991 ഇന്ത്യയുടെ UGC ചെയർമാനായിട്ട് അദ്ദേഹം സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 1991. അപ്പോൾ 72-76 ഇന്ത്യയിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. പിന്നെ 82-85 RBI ഗവർണറായി. 85-87 ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. 91 UGC ചെയർമാനായിരുന്നു. 91-96 കാലയളവിലായിരുന്നു നമ്മുടെ ധനകാര്യമന്ത്രി നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ധനകാര്യമന്ത്രി ആയതെന്നാണ്. 1991-96 അദ്ദേഹം കേന്ദ്ര ധനകാര്യമന്ത്രി പദവി വഹിച്ചിട്ടുള്ളത്. 1991-96. ഇനി രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു. 1998 മുതൽ 2004 വരെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. 1998 മുതൽ 2004 വരെ അദ്ദേഹം രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. 1998 മുതൽ 2004 വരെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2004 മുതൽ 2014 വരെ തുടർച്ചയായി 2 വർഷം ഇന്ത്യൻ
പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ള സിഖ് വംശത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് ആര്? നമ്മുടെ മൻമോഹൻ സിംഗ്. സിഖ് വംശത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം എന്നാണ് പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത്? 2004 മുതൽ 2014 വരെ. 2004 മുതൽ 2014 വരെ. 2019 മുതൽ 2024 വരെ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. 2019 മുതൽ 2024 വരെ അദ്ദേഹം രാജ്യസഭാ അംഗവുമായിരുന്നു. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയപ്പം അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ 2005, വിദ്യാഭ്യാസ അവകാശ നിയമം, നമ്മുടെ വിവരാവകാശ നിയമം 2005 ഒക്കെ നിലവിൽ വരുമ്പോൾ ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ 2005, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഇവയൊക്കെ വരുമ്പോൾ ആരാണ്? നമ്മുടെ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് 1987 രാഷ്ട്രം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 1987 ആണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത്. പിന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ദി ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം എഴുതിയത് സഞ്ജയ് ബാറു. ദി ആക്സിഡൻഷ്യൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം ആരെക്കുറിച്ചാണ്? മൻമോഹൻ സിംഗിനെ കുറിച്ച് എഴുതിയത് ആരാണ്? സഞ്ജയ് ബാറു ആണ് ദി ആക്സിഡൻഷ്യൽ പ്രൈം മിനിസ്റ്റർ എന്ന ബുക്ക് എഴുതിയത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 1932 സെപ്റ്റംബർ 26 പഞ്ചാബ് പ്രവിശ്യയിലെ ഗായിൽ ജനിച്ചു. 2024 ഡിസംബർ 26 അദ്ദേഹത്തിൻ്റെ അന്ത്യം. എവിടെയാണ് അന്ത്യവിശ്രമ സ്ഥലം? നിഗംബോധ്ഗഡ്, യമുനാ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. സിഖ് വംശത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. എന്തൊക്കെയാണ് കാലയളവ്? ചോദിക്കും, പഠിച്ചു വയ്ക്കണം. 72-76 ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. പിന്നെ 82-85 RBI ഗവർണർ. 85-87 ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. UGC ചെയർമാൻ ആയതെന്നാണ് 1991 UGC ചെയർമാൻ. 91-96 നമ്മുടെ ധനകാര്യമന്ത്രിയായത്. കേന്ദ്ര ധനകാര്യമന്ത്രിയായി. പിന്നെ 98 മുതൽ 2004 വരെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. പിന്നെ 2004 മുതൽ 2014 വരെയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത്. പിന്നെ 2019 മുതൽ 2024 വരെയാണ് രാജ്യസഭ അംഗമായിരുന്നു. എന്നാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയത്? 1987 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയത്. ദി ആക്സിഡൻഷ്യൽ പ്രൈം മിനിസ്റ്റർ എന്ന ബുക്ക് മൻമോഹൻ സിംഗിനെ കുറിച്ച് എഴുതിയത് ആരാണ്? സഞ്ജയ് ബാറു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.